Dear students, good morning. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റൈസിംഗ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇഷ്യൂ ഓഫ് ഷെയർ എന്നുള്ള ഒരു ഏരിയയാണ്. അതായത് നമുക്ക് ബിസിനസ്സിൽ ഫണ്ട് ആവശ്യമായ സമയത്ത്, അതായത് പബ്ലിക് കമ്പനികൾക്ക് ഫണ്ട് ആവശ്യമായ സമയത്ത് അവരെന്ത് ചെയ്യും? ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയറുകൾ ഇഷ്യൂ ചെയ്യും. അതാണ് നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർ എന്ന് പറയുക, അല്ലെങ്കിൽ റൈസിംഗ് ഓഫ് ക്യാപിറ്റൽ എന്നൊക്കെ പറയാം. പ്രധാനമായിട്ട് കമ്പനികൾ 3 തരത്തിലാണ് ഷെയർ ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ ക്യാപിറ്റൽ റൈസ് ചെയ്യുക. 3 രീതിയിലാണ്. ഓക്കെ, ഒന്ന് ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആണ്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലൂടെ. മറ്റൊന്ന് ഓഫർ ഓഫ് സെയിൽ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ടു ഇഷ്യൂ ഹൗസ് എന്ന് പറയും. ഓക്കെ, രണ്ടാമത്തെ മാർഗ്ഗമാണ് ഓഫർ ഓഫ് സെയിൽ. മൂന്നാമത്തത് പബ്ലിക് ഇഷ്യൂ ത്രൂ പ്രോസ്പെക്ടസ് ഉപയോഗിച്ചുകൊണ്ട് പബ്ലിക്കിലേക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുക. അങ്ങനെ 3 മാർഗ്ഗമാണുള്ളത്. ഒന്ന് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, 2 ഓഫർ ഓഫ് സെയിൽ, 3 പബ്ലിക് ഇഷ്യൂ ത്രൂ പ്രോസ്പെക്ടസ്. ഇത് 3ഉം എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഒന്നാമത്തത് ഫസ്റ്റ്, എന്താണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് എനി ഓഫർ ഓഫ് സെക്യൂരിറ്റീസ് ഓർ ഇൻവിറ്റേഷൻ ടു സബ്സ്ക്രൈബ് സെക്യൂരിറ്റീസ് to a selected group of persons by a company other than by way of public offer through issue of private placement offer letter. ശ്രദ്ധിക്കുക, ഇതിലുള്ള പ്രധാനപ്പെട്ട വാക്ക് ടു എ സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ എന്നുള്ളതാണ്. അതായത് കമ്പനി സാധാരണയായിട്ട് പബ്ലിക്കിനാണ് ഷെയർ ഇഷ്യൂ ചെയ്യുക. അതിൽ നിന്ന് വ്യത്യാസമായി കമ്പനി ചില സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്, അവർ ഉദ്ദേശിച്ചിട്ടുള്ള ചില സെലക്റ്റഡ് ഗ്രൂപ്പ്, അത് ചിലപ്പോൾ അവരുടെ റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ കമ്പനിയായിട്ട് നല്ല ബന്ധമുള്ള ആളുകളാവാം, അത്തരം ആളുകളിലേക്ക്, ചില സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനോട് കമ്പനിയുടെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ ഇൻവൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് കമ്പനിയുടെ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷെയറുകൾ ഓഫർ ചെയ്യുകയോ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ഈ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്തുക. അതായത് സാധാരണയായിട്ട് പബ്ലിക്കിനാണ് ഓഫർ ചെയ്യുക ഷെയർ. അങ്ങനെ പബ്ലിക്കിന് ഓഫർ ചെയ്യാതെ അവർക്ക് വേണ്ട ചില പ്രൈവറ്റ് വ്യക്തികൾക്ക്, ചില സെലക്റ്റഡ് പേഴ്സൺസിന് മാത്രമായിട്ട് കമ്പനിയുടെ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുക. അതിനെയാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുക. ഓക്കെ, ഇങ്ങനെ ഇഷ്യൂ ചെയ്യുമ്പോൾ പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് നോട്ട് എക്സീഡ് 50 ഓർ ഹയർ പ്രിസ്ക്രൈബ്ഡ്. ഇങ്ങനെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലൂടെ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഷെയർ വാങ്ങുന്ന ആളുകളുടെ എണ്ണം 50-ൽ കൂടാൻ പാടില്ല. ഇനി 50-ൽ കൂടുകയാണെങ്കിൽ അത് പ്രത്യേകം മെമ്മറാണ്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. മെമ്മറാണ്ടത്തിലും അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അല്ലാച്ചെങ്കിൽ 50 സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലാവാൻ പാടില്ല. അടുത്ത് ആൾ പേയ്മെൻറ്റ്സ് ത്രൂ ചെക്ക് ഓർ DD. എല്ലാ പേയ്മെൻറ്റും ചെക്കായിട്ടോ DD ആയിട്ടോ ആണ് നടത്തേണ്ടത്. പിന്നെ മണി റിസീവ്ഡ് ഓൺ അപ്ലിക്കേഷൻ കെപ്റ്റ് ഇൻ എ സെപ്പറേറ്റ് ഷെഡ്യൂൾഡ് ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഷാൾ യൂസ് ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് അഗെൻസ്റ്റ് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് ദെൻ ഫോർ റീപേയ്മെൻറ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി. അതായത് ഇങ്ങനെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലൂടെ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷെയറിൻ്റെ അപ്ലിക്കേഷൻ സമയത്ത് കിട്ടുന്ന പൈസ, നിങ്ങൾക്കറിയാം ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലിക്കേഷൻ, അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ടാണ് പണം സ്വീകരിക്കുക. അപ്ലിക്കേഷൻ്റെ കൂടെയായിട്ട് കിട്ടുന്ന, അതായത് അപ്ലിക്കേഷൻ മണി നമ്മൾ ഒരു സെപ്പറേറ്റ് ഷെഡ്യൂൾഡ് ബാങ്ക് അക്കൗണ്ടിൽ, ഒരു ഷെഡ്യൂൾഡ് ബാങ്കിലെ ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഈ പണം സൂക്ഷിക്കണം. മാത്രവുമല്ല ഇങ്ങനെ കിട്ടുന്ന അപ്ലിക്കേഷൻ മണി നമ്മൾ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒന്ന്, ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് അഗെയിൻസ്റ്റ് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസിൻ്റെ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താനും, അതേപോലെ ഫോർ റീപേയ്മെൻറ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി റീപേയ്മെൻറ്റ് നടത്താൻ, അതായത് ഒരിക്കൽ വാങ്ങിയിട്ടുള്ള അപ്ലിക്കേഷൻ മണി തിരിച്ചു കൊടുക്കേണ്ട ഒരു ഘട്ടം വന്നാൽ, റീഫണ്ട് ചെയ്യേണ്ട ഘട്ടം വന്നാൽ അതിന് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ഈ 2 പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അപ്ലിക്കേഷൻ മണി നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ ഒരു മാർഗ്ഗമാണ്, അതായത് റൈസിംഗ് ഓഫ് ക്യാപിറ്റൽ റൈസ് ചെയ്യാനുള്ള രണ്ടാമത്തെ ഒരു മാർഗ്ഗമാണ് ബൈ അലോട്ട്മെൻറ്റ് ടു ഇഷ്യൂ ഹൗസ് അല്ലെങ്കിൽ ഓഫർ ഓഫ് സെയിൽ എന്നും പറയാം. ബൈ അലോട്ട്മെൻറ്റ് ടു ഇഷ്യൂ ഹൗസ് എന്ന് പറഞ്ഞാൽ ദ കമ്പനി അലോട്ട്സ് ഓർ അഗ്രി ടു അലോട്ട് ഷെയർ ഓർ ഡിബഞ്ചേഴ്സ് അറ്റ് എ പ്രൈസ് ടു എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ആൻ ഇഷ്യൂ ഹൗസ് ഫോർ സെയിൽ ടു ദി പബ്ലിക്. അതായത്
നമ്മൾ സാധാരണയായിട്ട് നമ്മൾ പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മുടെ കമ്പനിയുടെ ഷെയറുകൾ മൊത്തമായിട്ട് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൈമാറും. അതായത് ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് നമ്മുടെ കമ്പനിയുടെ മുഴുവൻ ഷെയറുകൾ നമ്മൾ സെയിൽ ചെയ്യും, വിൽക്കും. ഷെയറുകളോ അല്ലെങ്കിൽ ഡിബഞ്ചറുകളോ നമ്മൾ ഏതാണോ പൊതുജനങ്ങൾക്ക് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് മുഴുവനായിട്ടും നമ്മൾ കൈമാറും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പൊതുജനങ്ങളിലേക്ക് കൊടുക്കും. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ റിസ്ക് ഒരുപാട് കുറഞ്ഞു കിട്ടും. കാരണം നമ്മൾ നേരെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവരാണ് പബ്ലിക്കിലേക്ക് നമ്മുടെ കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ദ ഇഷ്യൂ ഹൗസ് പബ്ലിഷസ് എ ഡോക്യുമെൻ്റ് ഈസ് കാൾഡ് ഓഫർ ഓഫ് സെയിൽ. ഇങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഇഷ്യൂ ഹൗസ്, അതായത് ഏത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ നമ്മുടെ ഷെയർ മുഴുവനായിട്ട് കൈമാറുന്നത് അവരെയാണ് നമ്മൾ ഇഷ്യൂ ഹൗസ് എന്ന് പറയുക. ആ ഇഷ്യൂ ഹൗസ് പബ്ലിഷ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് ഓഫർ ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദിസ് ഡോക്യുമെൻ്റ് ഈസ് ഡീംഡ് ടു ബി എ പ്രോസ്പെക്ടസ്. ഈ ഡോക്യുമെൻ്റ് നമ്മൾ പ്രോസ്പെക്ടസ് ആയിട്ട് കണക്കാക്കും. നമ്മൾ നേരത്തെ ഡീംഡ് പ്രോസ്പെക്ടസിൻ്റെ ടൈപ്സ് പറഞ്ഞ സമയത്ത് ഡീംഡ് പ്രോസ്പെക്ടസ് എന്നുള്ള ഒരു പ്രോസ്പെക്ടസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വേറെ ഏതെങ്കിലും കമ്പനീനെ നമ്മുടെ ഷെയറുകൾ വിൽക്കാൻ വേണ്ടിയിട്ട് വേറെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ മറ്റോ ഏൽപ്പിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? പബ്ലിക്കിന് നമ്മുടെ കമ്പനിയുടെ ഷെയറുകൾ ഇഷ്യൂ ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് അവർ പബ്ലിക്കിന് കൈമാറുന്ന ഏതൊരു ഡോക്യുമെൻറ്റും നമ്മുടെ കമ്പനിയുടെ പ്രോസ്പെക്ടസ് പോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ പ്രോസ്പെക്ടസ് ആയിട്ട് പരിഗണിക്കപ്പെടും. അതിനെയാണ് നമ്മൾ ഡീംഡ് പ്രോസ്പെക്ടസ് എന്ന് പറയാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. ഈ ഇഷ്യൂ ഹൗസ്, അതായത് നമ്മൾ ഏൽപ്പിക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പബ്ലിക്കിന് നൽകുന്ന എല്ലാ ഡോക്യുമെൻറ്റുകളും, അതായത് ഓഫർ ഓഫ് സെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡോക്യുമെൻറ്റിനെ പ്രോസ്പെക്ടസ് ആയിട്ട് നമ്മുടെ കമ്പനിയുടെ പ്രോസ്പെക്ടസ് ആയിട്ട് പരിഗണിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ പ്രോസ്പെക്ടസിൽ പാലിക്കേണ്ട എല്ലാ മര്യാദകളും എല്ലാ നിബന്ധനകളും അതിലും പാലിക്കേണ്ടതാണ്. പിന്നെ മൂന്നാമത്തെ മാർഗമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മാർഗമാണ്, ഫണ്ട് റൈസ് ചെയ്യാനുള്ള മൂന്നാമത്തെ ഒരു മാർഗമാണ് പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർ. നമ്മൾ പ്രോസ്പെക്ടസ് ഉപയോഗിച്ചുകൊണ്ട് കമ്പനിയുടെ ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ട് പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. താല്പര്യമുള്ള ആളുകൾ അപേക്ഷ അയക്കുന്നു. നമ്മൾ അവരുടെ ആപ്ലിക്കേഷൻ നോക്കിയിട്ട് ആളുകളെ പറ്റിയ ആളുകളെ യഥാർത്ഥ റിയൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അയച്ചിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ കമ്പനിയുടെ ഷെയറുകൾ അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ സാധാരണയായിട്ട് കാണുന്ന പ്രോസസ്സ് അതാണ് പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ. ഇറ്റ് മീൻസ് സെല്ലിംഗ് ഓർ മാർക്കറ്റിംഗ് ഓഫ് ഷെയർസ് ഫോർ സബ്സ്ക്രിപ്ഷൻ ബൈ ദ പബ്ലിക് ഇഷ്യൂ ബൈ ദി പബ്ലിക് ടു ദി പബ്ലിക് ബൈ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് പബ്ലിക്കിന് നമ്മുടെ കമ്പനിയുടെ ഷെയർ വിൽക്കുന്ന പ്രോസസ്സാണ് എന്ത്? പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർ. ഓക്കെ, അടുത്തത് പ്രൊസീജിയർ റിക്വയർഡ് ഫോർ പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർ. പബ്ലിക്കിന് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ചില പ്രൊസീജിയറുകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ചില പ്രൊസീജിയറുകൾ അത്യാവശ്യമാണ്. അതായത് നേരെ ഈ പബ്ലിക്കിൻ്റെയൊക്കെ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില പ്രൊസീജിയറുകൾ, ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്താണുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ നമ്മൾ പാലിക്കേണ്ടത്? ആദ്യത്തേത് അപ്രൂവൽ ആൻഡ് ഫയലിംഗ് ഓഫ് പ്രോസ്പെക്ടസ് ആണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ പ്രോസ്പെക്ടസ് ഉണ്ടാക്കിയാണ്ട് അത് അപ്രൂവൽ ചെയ്യണം. ആദ്യം നമ്മുടെ കമ്പനിയുടെ ഡയറക്ടേഴ്സ് അത് അപ്രൂവൽ ചെയ്യണം. ആ ഡയറക്ടേഴ്സ് അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കമ്പനിയുടെ രജിസ്ട്രാർ അഥവാ ROC, രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ മുന്നിൽ നമ്മൾ സമർപ്പിക്കണം. ഓക്കെ, രണ്ടാമത്തെ ഘട്ടം പബ്ലിസിറ്റി ആൻഡ് ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് വിത്തിൻ 90 days ഓഫ് ദ ഡെലിവറി ഓഫ് ദ പ്രോസ്പെക്ടസ് ടു ദി രജിസ്ട്രാർ. അതായത് നമ്മൾ രജിസ്ട്രാർ മുന്നിൽ ഈ പ്രോസ്പെക്ടസ് സമർപ്പിച്ച് 90 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോസ്പെക്ടസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യണം. അതായത് രജിസ്ട്രാർ മുന്നിൽ നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിൽ ആ പ്രോസ്പെക്ടസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിരിക്കണം. ഓക്കെ, 90 ദിവസത്തിനുള്ളിൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തില്ലെങ്കിൽ പിന്നെ ആ പ്രോസ്പെക്ടസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ വേറെ പ്രോസ്പെക്ടസ് തന്നെ ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ അതും കഴിഞ്ഞാൽ അടുത്തത്, അതായത് നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ ആ പ്രോസ്പെക്ടസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, 90 ദിവസത്തിനുള്ളിൽ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു നമ്മളെ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ട് പബ്ലിക്കിനെ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അയക്കുന്നൊരു ലെറ്ററാണ് അല്ലേ. ആ പ്രോസ്പെക്ടസ് നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് എന്താ? റിസീവിങ് ഓഫ് അപ്ലിക്കേഷൻ. സ്വാഭാവികമായിട്ടും നമ്മളെ പ്രോസ്പെക്ടസ് നോക്കുന്ന
പൊതുജനങ്ങളിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർ വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ നമ്മൾ എന്ത് ചെയ്യും, അപ്ലിക്കേഷൻ അയക്കും. അപ്പോൾ നമ്മൾ ആ അപ്ലിക്കേഷൻ നമ്മൾ റിസീവ് ചെയ്യും. അതാണ് റിസീവിങ് ഓഫ് അപ്ലിക്കേഷൻ. ഈ അപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ നമുക്ക് അപ്ലിക്കേഷൻ മണിയും അവർ തരും. അപ്ലിക്കേഷൻ മണി ഇത്രയെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ അപ്ലിക്കേഷൻ മണിയും ആപ്ലിക്കേഷൻ്റെ കൂടെ അവർ നമുക്ക് നൽകണം. ഈ അപ്ലിക്കേഷൻ മണി വാങ്ങുന്ന സമയത്ത് ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, നമ്മുടെ ഷെയറിൻ്റെ നോമിനൽ വാല്യൂവിൻ്റെ 5% കുറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു ഷെയറിൻ്റെ വില 100 രൂപയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 5 രൂപയെങ്കിലും അപ്ലിക്കേഷൻ മണിയായിട്ട് കിട്ടണം. ഓക്കെ, 5% കുറയാത്ത തുക. ഓക്കെ, പിന്നെ പറയുന്നത് സ്ക്രൂട്ടിനിറ്റി ഓഫ് അപ്ലിക്കേഷനാണ്. അതായത് ഇങ്ങനെ കിട്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ നമ്മൾ കൃത്യമായ രീതിയിൽ പരിശോധിക്കണം. അവർ അതിനാവശ്യമായ എല്ലാ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടോ, അവർ അപേക്ഷിച്ച അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എല്ലാം നമ്മൾ നോക്കണം. അടുത്തത് സോർട്ടിങ് ഓഫ് അപ്ലിക്കേഷൻ. അങ്ങനെ അപ്ലിക്കേഷൻ്റെ പരിശോധന കഴിഞ്ഞാൽ പിന്നെ അത് സോർട്ട് ചെയ്യാം. നമ്മൾ ആർക്കാണോ ആദ്യം കൊടുക്കുന്നത് അതിൻ്റെ പ്രിഫറൻസിനനുസരിച്ച് നമ്മൾ സോർട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ ക്ലോസർ ഓഫ് അപ്ലിക്കേഷൻ ലിസ്റ്റാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള അപേക്ഷകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യും. അപ്ലിക്കേഷൻ ലിസ്റ്റ് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അപേക്ഷ സ്വീകരിക്കൽ നിർത്തി എന്നർത്ഥം. നമ്മുടെ ഷെയർ വാങ്ങാനുള്ള ആളുകളുടെ അപേക്ഷ സ്വീകരിക്കൽ നിർത്തി. അടുത്തത് റെക്കോർഡിംഗ് ഓഫ് അപ്ലിക്കേഷൻ. ഇങ്ങനെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള അപ്ലിക്കേഷൻ കൃത്യമായ രീതിയിൽ റെക്കോർഡ് ചെയ്യപ്പെടും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഓക്കെ, അടുത്തത് സെബി ഗൈഡ് ലൈൻസ് ഫോർ പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് സെബിയുടെ ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. പബ്ലിക് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട സെബിയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, പ്രോസ്പെക്ടസ് ഹാസ് ടു ബി അറ്റാച്ച്ഡ് വിത്ത് എവറി അപ്ലിക്കേഷൻ. എല്ലാ അപ്ലിക്കേഷൻ്റെ കൂടെയും നമ്മൾ പ്രോസ്പെക്ടസ് അറ്റാച്ച് ചെയ്തിരിക്കണം. രണ്ടാമത്തെ, ഹൈലൈറ്റ് റിസ്ക് ഫാക്ടേഴ്സ് ഇൻ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരിക്കണം. ഓക്കെ, നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്താണെന്നുള്ളത് പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയണം. അടുത്തത്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഇഷ്യൂ ആൻഡ് കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് ഷുഡ് ബി മെൻഷൻഡ് ഇൻ ദി പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിൽ നമ്മുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം, ലക്ഷ്യം എന്താണെന്നും നമ്മുടെ പ്രോജക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ചെലവ് എത്രയാണ് എന്നുള്ളതും കൃത്യമായിട്ട് സൂചിപ്പിച്ചിരിക്കണം. അടുത്തത്, പബ്ലിക് ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ടു ബി ഫയൽഡ് വിത്ത് ROC ആഫ്റ്റർ 21 ഡേയ്സ് ഓഫ് ഫയലിംഗ് ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ്. അതായത് നമ്മൾ ആദ്യം സെബിയുടെ മുന്നിൽ, അതായത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ് ഫയൽ ചെയ്യും. ഈ ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ് ഫയൽ ചെയ്ത് 21 ദിവസത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ROC അതായത് രജിസ്ട്രാറുടെ മുന്നിൽ, കമ്പനിയുടെ രജിസ്ട്രാറുടെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോസ്പെക്ടസ് നമ്മൾ സമർപ്പിക്കണം. അടുത്തത്, കമ്പനി മാനേജ്മെൻറ്റ്, പാസ്റ്റ് ഹിസ്റ്ററി ആൻഡ് പ്രസൻറ്റ് ബിസിനസ് ഷുഡ് ബി ഹൈലൈറ്റ് ഇൻ പ്രോസ്പെക്ടസ്. നമ്മുടെ പ്രോസ്പെക്ടസിൽ കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ കുറിച്ച്, കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച്, കമ്പനിയുടെ പാസ്റ്റ് ഹിസ്റ്ററി, പ്രസൻറ്റ് ബിസിനസ്, ഇപ്പോഴത്തെ ബിസിനസ്സിൻ്റെ രീതി അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രോസ്പെക്ടസിൽ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരിക്കണം. അടുത്ത, ജസ്റ്റിഫിക്കേഷൻ ഫോർ പ്രീമിയം. നമ്മൾ ഷെയറിന് പ്രീമിയം വാങ്ങുന്നുണ്ടെങ്കിൽ, പ്രീമിയം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രീമിയം എമൗണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടെന്ന് എന്നുള്ളത് നമ്മൾ കൃത്യമായി അതിൽ ജസ്റ്റിഫൈ ചെയ്യണം. അടുത്തത്, സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് ഓപ്പൺ ഫോർ മിനിമം 3 ഡേയ്സ്. ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസത്തിനെങ്കിലും നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് ഓപ്പൺ ആക്കി വെച്ചിരിക്കണം. അടുത്തത്, മിനിമം നമ്പർ ഓഫ് കളക്ഷൻ സെൻറ്റേഴ്സ്. നമ്മുടെ കളക്ഷൻ സെൻറ്ററുകൾ, നമ്മുടെ ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പബ്ലിക്കിൽ നിന്നും കളക്ട് ചെയ്യുന്ന കളക്ഷൻ സെൻറ്ററുകൾ, മിനിമം കളക്ഷൻ സെൻറ്റർ നമ്മൾ കീപ്പ് ചെയ്തിരിക്കുക. ഇങ്ങനെ കളക്ഷൻ സെൻറ്റർ മെട്രോപൊളിറ്റൻ സിറ്റിയിലായിരിക്കണം, മുംബൈ, ഡൽഹി പോലത്തെ മെട്രോപൊളിറ്റൻ സിറ്റിയിലായിരിക്കണം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത്, അണ്ടർ റൈറ്റിംഗ് ഹാസ് ബീൻ മാൻഡേറ്ററി. അണ്ടർ റൈറ്റിംഗ് നിർബന്ധമായിട്ട് നമ്മൾ പാലിക്കണം. അണ്ടർ റൈറ്റിംഗ് എന്താണെന്നുള്ളത് നമ്മൾ ഇനി വരുന്ന ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്തത്, അപ്ലിക്കേഷൻ ഷുഡ് ബി കെപ്റ്റ് ഇൻ എ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അപ്ലിക്കേഷൻ മണി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്, ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് തന്നെ നമ്മൾ തുടങ്ങണം. ഓക്കെ, അടുത്തത്, ഡീറ്റെയിൽസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഷുഡ് ബി മെൻഷൻഡ്. നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, മെൻഷൻ ചെയ്തിരിക്കണം. അടുത്ത ഒരു ഏരിയയാണ് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. എംപ്ലോയീസ് stock option plan. Employee stock ownership or employee share ownership is where a company's employees own shares in that company. Employees typically acquire shares through a share option plan. Such plan may be selective or all employee plans.
സെലക്റ്റീവ് പ്ലാൻസ് ആർ ടിപ്പിക്കലി ഓൺലി മെയ്ഡ് അവൈലബിൾ ടു സീനിയർ എക്സിക്യൂട്ടീവ്. മനസ്സിലാക്കാം എന്താണെന്ന് വെച്ചാൽ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത് കമ്പനിയുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു ഓഫറാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പ്ലാനാണെന്ന് പറയാം. ആ പ്ലാൻ്റെ എന്താണെന്ന് വെച്ചാൽ ആ കമ്പനിയിലുള്ള എംപ്ലോയീസിന് തന്നെ, അതായത് അവിടെയുള്ള എംപ്ലോയീസ്, ഡയറക്ടേഴ്സ് തുടങ്ങിയ ആളുകൾക്ക് ആ കമ്പനിയുടെ ഷെയർ വാങ്ങാനുള്ള ഒരു പ്ലാന്, അതായത് സാധാരണ മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിലും കുറഞ്ഞ വിലക്ക് ആ കമ്പനിയുടെ ഷെയർ വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കും. ആർക്ക്? ആ കമ്പനിയുടെ എംപ്ലോയീസിന്. ആ ഒരു ഓപ്ഷനാണ് നമ്മൾ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയാം. ഈ പ്ലാന് രണ്ട് രീതിയിലാവാം. ഒന്നെങ്കിൽ സെലക്റ്റീവ് ഓർ ഓൾ എംപ്ലോയി പ്ലാൻസ്. ഒന്നെങ്കിൽ സെലക്റ്റീവ് ആയിരിക്കും, അതായത് ചില എംപ്ലോയീസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള, അതായത് സെലക്റ്റീവ് പ്ലാൻ ആണെങ്കിൽ സാധാരണ സീനിയർ എക്സിക്യൂട്ടീവ് എംപ്ലോയീസിനൊക്കെ മാത്രം ലഭ്യമായിട്ടുള്ള ചിലപ്പോൾ പ്ലാനുകളായിരിക്കും. അല്ലെങ്കിൽ ഓർ ആൾ എംപ്ലോയി പ്ലാൻസ്, എല്ലാ എംപ്ലോയീസിനും അവൈലബിൾ ആയിട്ടുള്ള പ്ലാനുകളും ഉണ്ടായിരിക്കും. സെലക്റ്റീവ് പ്ലാനും ഉണ്ടാവും, ഓൾ എംപ്ലോയി പ്ലാനും ഉണ്ടാകും. ഇങ്ങനെ രണ്ട് പ്ലാനുകളാണ് ഉണ്ടാകുക. ഓക്കെ, ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാനുകൾ പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ് ഈ പ്ലാനുകൾ നമുക്ക് തരംതിരിക്കാൻ പറ്റുക. ഒന്ന് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമും മറ്റൊന്ന് എംപ്ലോയി സ്റ്റോക്ക് പർച്ചേസ് പ്ലാനും. ഓക്കെ, ഫസ്റ്റത്തത് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. Under this scheme, the company grants an option to its employees to acquire shares at a future date at a predetermined price. Generally, exercise price lower than the prevalent market price. എന്ന് പറഞ്ഞാൽ ഈ സ്കീം എന്ന് പറഞ്ഞാൽ ഇതിൽ കമ്പനി എംപ്ലോയീസിന് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ, ഒരു ഭാവിയിലുള്ള ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ കമ്പനിയുടെ ഷെയർ ഒരു നിശ്ചിത വിലയിൽ വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. എങ്ങനെ? കമ്പനിയുടെ എംപ്ലോയീസിന് തന്നെ ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ കമ്പനിയുടെ ഷെയർ ഒരു നിശ്ചിത വിലയിൽ വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കും. ആ ഓപ്ഷനാണ് എന്ത്? എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറഞ്ഞാൽ. ഇത് ജനറലി എന്താണ്, സാധാരണയായിട്ട് ആ വില എന്ന് പറഞ്ഞാൽ നിലവിലുള്ള മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിലും കുറഞ്ഞ വിലക്ക് വാങ്ങാനുള്ള ഒരു ഓപ്ഷനാണ് കൊടുക്കുക. ഓക്കെ, അത് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറയുമ്പം അത് ഫ്യൂച്ചറിലേ വാങ്ങാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് ഭാവിയിലുള്ള ഒരു ഡേറ്റിലായിരിക്കും അത് വാങ്ങാൻ പറ്റുക. ഇപ്പോൾ വാങ്ങാൻ പറ്റില്ല, പക്ഷെ ഫ്യൂച്ചറിലുള്ള ഒരു ഡേറ്റിലാണ് വാങ്ങാൻ പറ്റുക. അതെന്തിനാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു എംപ്ലോയി ഒരു കമ്പനിയുടെ ഒരു ഡയറക്ടർക്ക് അല്ലെങ്കിൽ ഒരു മാനേജർക്ക് പറയുകയാണ്, 2 വർഷം നിങ്ങൾ ഈ കമ്പനിയിൽ നിന്നാൽ നിങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞാൽ ഒരു നിശ്ചിത ഡേറ്റിൽ പറയാം, ആ ഡേറ്റിൽ കമ്പനിയുടെ ഷെയറുകൾ ഇത്ര ശതമാനം ഷെയർ നിങ്ങൾക്ക് ഇന്ന വിലയിൽ തരാം എന്ന് പറയും. അതെന്താ വെച്ചാൽ നമ്മളെ എല്ലാ എക്സ്പേർട്ടായിട്ടുള്ള എംപ്ലോയീസിനെ കമ്പനിയിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള അവരെ കമ്പനിയിൽ നിന്ന് പോകാതെ പിടിച്ചു നിർത്താനൊക്കെ ഉള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ എന്ത് ചെയ്യും, അത് നല്ലൊരു കമ്പനിയാണെങ്കിൽ അതിൽ അട്രാക്റ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആ ഒരു 2 വർഷം കൂടിയും കമ്പനിയിൽ നിന്നാൽ പിന്നെ ആ കമ്പനിയുടെ ഷെയർ കുറഞ്ഞ വിലക്ക് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് കമ്പനിയിൽ തന്നെ തുടരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതെന്ത് ഫ്യൂച്ചർ ഡേറ്റിൽ ഉള്ളൊരു ഓപ്ഷനാണ്. കാരണം ഫ്യൂച്ചർ ഡേറ്റിൽ പറഞ്ഞാൽ അവർ അത്രയും കാലം കമ്പനിയിൽ നിൽക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അവരെ കമ്പനിയിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഒരു ഫ്യൂച്ചറിലുള്ള ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റിലാണ് ഫിക്സ് ചെയ്യുക. ആ ഡേറ്റിൽ നിങ്ങൾക്ക് ഇത്ര ഷെയർ ഇത്ര റേറ്റിന് തരാം എന്ന് പറയും. അതാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. രണ്ടാമത്തത് ആണ് എംപ്ലോയി സ്റ്റോക്ക് പർച്ചേസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഇറ്റ് ഈസ് ജനറലി യൂസ്ഡ് ബൈ ലിസ്റ്റഡ് കമ്പനി. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളാണ് സാധാരണ ഈ ഓപ്ഷൻ ഉപയോഗിക്കുക. ഏത്? എംപ്ലോയി സ്റ്റോക്ക് പർച്ചേസ് പ്ലാൻ. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ എംപ്ലോയി ഗിവൺ ദ റൈറ്റ് ടു അക്വയർ ഷെയർസ് ഓഫ് ദ കമ്പനി ഇമ്മീഡിയറ്റ്ലി നോട്ട് അറ്റ് ദ ഫ്യൂച്ചർ. മറ്റതുപോലെ തന്നെയാണ് കമ്പനിയുടെ എംപ്ലോയീസിന് തന്നെ കമ്പനിയുടെ ഷെയർ വാങ്ങാനുള്ള ഒരു അവകാശം കൊടുക്കുന്നു. പക്ഷേ ഇവിടെയുള്ള മാറ്റം എന്താ വെച്ചാൽ ഉടനെ തന്നെ പ്രസൻറ്റിൽ തന്നെ വാങ്ങാനുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്, അല്ലാതെ ഫ്യൂച്ചറിലല്ല. ഇവിടെ നമ്മൾ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമിൽ പറഞ്ഞത് ഫ്യൂച്ചറിൽ വാങ്ങാൻ പറ്റുന്നതാണ്. ഇതങ്ങനല്ല, ഇമ്മീഡിയറ്റ്ലി ഉടനെ തന്നെ കമ്പനിയുടെ ഷെയർ ഒരു മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിലും കുറഞ്ഞ വിലക്ക് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എംപ്ലോയി സ്റ്റോക്ക് പർച്ചേസ് പ്ലാൻ എന്ന് പറയാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാനിൻ്റെ 2 ടൈപ്സ് ആണ് എന്ത്? എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമും എംപ്ലോയി സ്റ്റോക്ക് പർച്ചേസ് പ്ലാനും. ഓക്കെ, ഇനി ഇഷ്യൂ ഓഫ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ.
നമ്മൾ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത് അപ്രൂവൽ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി ബൈ പാസിംഗ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. കമ്പനിയുടെ മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ കിട്ടിയിരിക്കണം. അതായത് കമ്പനീൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ ലഭിച്ചിരിക്കണം. എന്തിന്? ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് അപ്രൂവൽ കിട്ടുക? സ്വാഭാവികമായിട്ടും കമ്പനിയുടെ മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കും. അങ്ങനെ ഭൂരിപക്ഷം അഭിപ്രായം നോക്കിയിട്ട് എന്ത് ചെയ്യും? അവർ ഭൂരിപക്ഷം ആളുകളും ഇതിനെ അനുകൂലിച്ചാൽ ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ നടപ്പിലാക്കും. ഓക്കെ. രണ്ടാമത്തത് എംപ്ലോയി മസ്റ്റ് ബി എ പെർമനൻറ്റ് എംപ്ലോയി. നമ്മൾ ഈ ഓഫർ കൊടുക്കുന്ന എംപ്ലോയി ഉണ്ടല്ലോ, അതായത് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എന്നുള്ളൊരു പ്ലാന് ഒരു ഓഫർ കൊടുക്കുന്ന എംപ്ലോയി കമ്പനിയുടെ പെർമനൻറ്റ് എംപ്ലോയി ആയിരിക്കണം. പിന്നെ എ ഡയറക്ടർ അല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടർ എക്സ്ക്ലൂഡിങ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ, അല്ലെങ്കിൽ കമ്പനിയുടെ ഡയറക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ കമ്പനിയുടെ ഹോൾ ടൈം ഡയറക്ടർ ഫുൾ ടൈം കമ്പനിയുടെ ഡയറക്ടർ ആയിരിക്കണം. പക്ഷെ ഒരിക്കലും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കരുത്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ അല്ലാത്ത കമ്പനിയുടെ സ്വന്തം ഡയറക്ടർ, അത് ഡയറക്ടറോ ഹോൾ ടൈം ഡയറക്ടറോ ആരും ആവാം, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആവരുതെന്നുള്ളൂ. അവർക്കും നമ്മൾക്ക് ഈ ഓപ്ഷൻ കൊടുക്കാം. പിന്നെ an employee of subsidiary or holding company in India or outside India. അതായത് ഈ കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയിലുള്ള എംപ്ലോയീസിനും ഈ ഓപ്ഷൻ കൊടുക്കാം. അതായത് ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ കൊടുക്കുന്നത് വെച്ചെങ്കിൽ ആ കമ്പനിയിലെ എംപ്ലോയീസിന് മാത്രമല്ല, ഈ എ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ സബ്സിഡിയറി ആയിട്ടുള്ള കമ്പനികളുണ്ടാവും ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തൊക്കെ. അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ എ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷെയർ ഇങ്ങനെ കുറഞ്ഞ വിലയിൽ വാങ്ങാനുള്ള ഓപ്ഷൻ കൊടുക്കാം. പക്ഷേ ചില ആളുകൾക്ക് പറ്റൂല. അത് ആലോചിച്ചാൽ ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് എൻ എംപ്ലോയീസ് ഹൂ ഈസ് എ പ്രൊമോട്ടർ ഓർ പ്രൊമോട്ടർ ഗ്രൂപ്പ്. നമ്മുടെ കമ്പനിയുടെ പ്രൊമോട്ടർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിലുള്ള പെട്ടതോ ആയിട്ടുള്ള എംപ്ലോയീസ്, അതായത് നമ്മുടെ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിന് ഇത് ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പ്രൊമോട്ടർ ഗ്രൂപ്പിൽപ്പെട്ട എംപ്ലോയീസ്, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കമ്പനീൻ്റെ പ്രൊമോട്ടേഴ്സിന് ഈ ഒരു ഓഫർ നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നർത്ഥം. രണ്ടാമത്തത് എ ഡയറക്ടർ ഹു ഹോൾഡ്സ് മോർ ദാൻ 10% ഓഫ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസിൻ്റെ 10% കൈവശം വെച്ചിട്ടുള്ള ഡയറക്ടേഴ്സ്, അത്തരത്തിലുള്ള ഡയറക്ടേഴ്സ്, കമ്പനിയുടെ നിലവിലുള്ള ഇക്വിറ്റി ഷെയർസിൻ്റെ 10% കൈവശപ്പെടുത്തിയിട്ടുള്ള ഡയറക്ടേഴ്സും ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം പ്രകാരം നമ്മൾ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട നിബന്ധനകളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.